വെനസ്വേല പ്രവചനാതീതമായ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുകയാണ്. പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അമേരിക്കൻ സൈന്യം പിടികൂടിയതിന് പിന്നാലെ രാജ്യം ചോരപ്പുഴയായി മാറുന്നു. അമേരിക്കയെ പിന്തുണയ്ക്കുന്നവർക്ക് തടവറ എന്ന പ്രഖ്യാപനവുമായി മഡൂറോയുടെ സായുധ സംഘങ്ങൾ തെരുവുകൾ കൈയടക്കി കഴിഞ്ഞു. ലോകം ഭീതിയോടെ നോക്കുന്ന വെനസ്വേലൻ മണ്ണിൽ ഇപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്? അമേരിക്കയുടെ സൈനിക നീക്കത്തിന് മറുപടിയായി വെനസ്വേലൻ സർക്കാർ രാജ്യത്ത് 90 ദിവസത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഡൂറോയുടെ വിശ്വസ്തരായിട്ടുള്ള കൊളക്ടീവോസ് എന്ന അർദ്ധസൈനിക വിഭാഗം തലസ്ഥാനമായ കാരക്കാസ് വളഞ്ഞിരിക്കുന്നു. ബൈക്കുകളിൽ തോക്കേന്തി പാഞ്ഞെടുക്കുന്ന ഈ സംഘം കണ്ണിൽ കണ്ടവരെല്ലാം തന്നെ പരിശോധിക്കുകയാണ്. വഴിയിൽ തടഞ്ഞു നിർത്തി ഫോണുകൾ പരിശോധിക്കുന്നു. അമേരിക്കയെ അനുകൂലിക്കുന്ന ഒരു സന്ദേശമോ ചിത്രമോ കണ്ടാൽ അപ്പോൾ തന്നെ തടവിലാക്കുന്നു. ഇതിനോടകം 11 വിദേശികൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെയുള്ളവരെ ഇവർ പിടികൂടി കഴിഞ്ഞു. ഈ കലാപത്തിന് പിന്നിൽ നിൽക്കുന്നത് മഡൂറോയുടെ വിശ്വസ്തനായ ആഭ്യന്തരമന്ത്രി ദിയാസ്ഡാദോ കബെല്ലയോ ആണ്. അമേരിക്ക $50 ബില്യൺ തലയ്ക്ക് വിലയിട്ടിട്ടുള്ള കബെല്ലോ തന്റെ സൈന്യത്തോട് ശത്രുക്കളെ വേട്ടയാടാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എന്നാൽ മഡൂറോ പക്ഷത്ത് ഭിന്നത രൂക്ഷമാണെന്ന സൂചനകളുമുണ്ട്. ഒരു വിഭാഗം യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഡെൽസി റോഡ്രിഗസ് അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാടിലാണ്. അതേസമയം ഈ അരാജകത്വത്തിനിടയിലും വെനസ്വേലയുടെ എണ്ണ സമ്പത്തിന് മേൽ കൃത്യമായിട്ടുള്ള വല വിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഏകദേശം 16,600 കോടി രൂപയുടെ എണ്ണ കരാറാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നുള്ള ലാഭം പൂർണ്ണമായും തന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്നും അദ്ദേഹം ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. എക്സോൺ, ഷെവ്രോൺ തുടങ്ങിയ അമേരിക്കൻ കമ്പനികളെ വെനസ്വേലയിലേക്ക് ഇറക്കി രാജ്യം മൊത്തമായി വിഴുങ്ങാനാണ് ട്രംപിന്റെ നീക്കം. അടുത്ത 18 മാസത്തേക്ക് വെനസ്വേലയിൽ ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്നും അമേരിക്കൻ ഭരണമായിരിക്കും അവിടെ തുടരുകയെന്നും ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചുരുക്കത്തിൽ മഡൂറോയെ പിടികൂടി വെനസ്വേലയെ രക്ഷിക്കാൻ ഇറങ്ങിയ അമേരിക്ക ആ രാജ്യത്തെ മറ്റൊരു ലിബിയയായോ ഇറാഖായോ മാറ്റുമോ എന്ന ഭീതിയിലാണ് ലോകം. എണ്ണ സമ്പത്തിന് വേണ്ടിയുള്ള ഈ വടംവലിയിൽ തകരുന്നത് ഒരു ജനതയുടെ സമാധാനമാണ്. വരും ദിവസങ്ങളിൽ വെനസ്വേലയിൽ നിന്ന് വരാനിരിക്കുന്നത് കൂടുതൽ കലുഷിതമായ വാർത്തകളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.